അപ്പോൾ ഇന്ന് നമ്മുടെ റീല് കണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊമോഷൻ കൊടുത്തിട്ടുള്ള കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് റീലിൽ കാണിച്ച മെർസിഡസ് ബെൻസിൻ്റെ C220യുടെ ഫുൾ വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ഞാനിവിടെ ജസ്റ്റ് കാണിക്കാൻ പോണേ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെക്കൻഡാണ് വരുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെർസിഡസ് ബെൻസ് C ക്ലാസ്സിൽ കമ്പനി സർവീസ് മാത്രം വരുന്ന വണ്ടികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നോർമലൊരു ഹൈടെക് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് പണിയുന്ന വണ്ടികളായിരിക്കും നമുക്ക് സാധാരണ കിട്ടാറ്. ഒറിജിനൽ കേരളയിൽ തന്നെ ഫുൾ കമ്പനി ഹിസ്റ്ററിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര റയറാണ്. കാരണം എന്താണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിങ്ങിന് സർവീസ് ചെയ്ത് പോണ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് 2.5-3 ലാക്ക് വരയ്ക്കൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് വണ്ടി ഓടും. ഇപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ റണ്ണിങ് വരുന്നത് 1,20,000 ആണ്. അതും പ്രോപ്പർ സർവീസിൽ. ഇപ്പോൾ ലാസ്റ്റ് ഡിസംബറിലാണ് ലാസ്റ്റ് ഒരു സർവീസ് വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളത്. ടയർ കണ്ടീഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം വണ്ടിക്ക് ഉണ്ട്. അതായത് നമ്മുടെ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ മോഹൻലാലിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളുടെ നമ്പർ 2255 ആണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ വണ്ടിയായിട്ട് നമ്മൾ ടൗണിൽ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് ആൾക്കാർ നോക്കാം എങ്ങാനും മോഹൻലാലാണോ പോകണമെന്ന് നോക്കിയിട്ട്. കാരണം എന്താണെങ്കിൽ 2255 നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിൻ്റെ ഒരു യൂണിക്നെസ് കൊടുത്തിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ ആ വണ്ടി ആ ഒരു നമ്പറിൽ തന്നെ ഒരു വണ്ടി കിട്ടുക അല്ലെങ്കിൽ ഒരുപാട് പേര് അന്വേഷിക്കുന്ന രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വാഹനം വരുന്നത് 2013. ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10,30,000 IDV ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 9 ലാക്ക് അല്ലെങ്കിൽ ഒരു 8 ലാക്ക് ഈസി ആയിട്ട് ഇതിന് ലോണും പാസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലോൺ ഫെസിലിറ്റി ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റും ചെയ്യാം. ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ലോണും കിട്ടും. ഇപ്പോൾ സെക്കൻഡ് ഓണറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തേർഡ് ഓണർഷിപ്പിലേക്കാണ് വണ്ടി മാറുക. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല നീറ്റാണ്. എല്ലാ ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രിക് സീറ്റാണ് വണ്ടിയുടെ വരുന്നത്. അപ്പോൾ അതെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കിലോമീറ്ററൊക്കെ പക്ക ജെനുവിനായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണത്. ഒരു ഇലക്ട്രിക്കൽ ഇഷ്യൂസും വണ്ടിക്കില്ല. കാരണം ഇത്രയും വണ്ടികൾ മേടിക്കുമ്പോൾ മെക്കാനിക്കൽ ഇഷ്യൂവിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇലക്ട്രോണിക്സ്. അതെന്തെങ്കിലും വല്ല കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ സൺറൂഫിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആണ്. ഇപ്പോൾ ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫാമിലി ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ യാതൊരു മേജർ പ്രശ്നങ്ങളും വണ്ടിക്ക് വന്നിട്ടില്ല. റീപ്ലേസ്മെൻറ്റ്സും വണ്ടിക്ക് വന്നിട്ടില്ല. ബാക്ക് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി നല്ല നീറ്റാണ്. റിയർ AC വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ജസ്റ്റ് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു സൺഷെയ്ഡും വണ്ടിക്ക് വരുന്നുണ്ട്. ഒരു കർട്ടൻ ടൈപ്പ് ഒരു ഇതും വരുന്നുണ്ട്. പിന്നെ അടുത്തത് ടയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ടയർ. അതായത് ഒരു 90% ടയർ ഫെസിലിറ്റി വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇവർ മേടിച്ചിട്ട് അധികം ആയിട്ടില്ല ടയർ വണ്ടി വിട്ടിട്ട്. ഇനി അപ്പോൾ ഈ വാക്ക് അറൗണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ബോഡി നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡ് ബോഡിയിൽ നിന്ന് ലൈൻ നോക്കുമ്പോഴും പക്ക ഫിനിഷിംഗ് ആണ്. അതായത് മക്ക് ഇട്ടിട്ട് ഒരുപാട് റീപെയിൻറ്റ് ചെയ്യുക കാര്യങ്ങളൊന്നും വണ്ടിക്ക് അധികം വന്നിട്ടില്ല. അപ്പോൾ എല്ലാ സൈഡ് വണ്ടിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ എടുക്കുന്നത്. റീപ്ലേസ്മെൻറ്റ്, ആക്സിഡൻറ്റ്, ഫ്ലഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ കൂടി ചെറിയൊരു ഇത് എന്ന് പറയാനായിട്ട് മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഒരു ലൈറ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ലൈറ്റ് അപ്പുറത്ത് വരും. ആ ഒരു ലൈറ്റിൻ്റെ ഒരു മിസ്സിങ് അവിടെ ഉണ്ട്. അത് മാത്രമാണ് ആ കൂടി വേണമെങ്കിൽ ചെയ്യാവുന്ന ഈ വണ്ടിക്ക് പറയാവുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയാനായിട്ട്. ബാക്കി യാതൊരു ബുദ്ധിമുട്ടും വണ്ടിക്ക് ഇല്ല. പിന്നെ ഡ്രൈവിങ്ങും വളരെ കംഫർട്ടബിൾ ആണ്. സസ്പെൻഷൻ ഞാനൊന്ന് ചെക്ക് ചെയ്തു. സസ്പെൻഷനും ജസ്റ്റ് ഇതിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴും സസ്പെൻഷൻ്റെ അടിയോ അല്ലെങ്കിൽ ബുഷിൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താണെങ്കിൽ നമ്മൾ ഈ വണ്ടി കമ്പനി സർവീസ് ആയതുകൊണ്ട് തന്നെ കമ്പനിയിൽ ഒരിക്കലും അവർ റിപ്പയറിംഗ് ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ സംഭവം റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കുക എന്നുള്ളത് മാത്രമേ കമ്പനി ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാം പക്ക മെയിൻ്റെനൻസിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഇത് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലുകൾ എക്സാക്റ്റ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനും പറ്റും. ജസ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. വണ്ടി കാണണമെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ ടൗണിലാണ് വരുന്നത്. ടൗണിലാണ് ഈ വണ്ടിയുടെ ഓണറുടെ വീട്. നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം. എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വരിക. വെറുതെ കോൾ ചെയ്തിട്ടും വന്ന് കണ്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ബയറാണ്, എന്തായാലും ജെനുവിനായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മാക്സിമം സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. ഇതേപോലെയുള്ള ഫാമിലി യൂസ്ഡ് കാറുകൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്